എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷ അവസാനിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളത്തെ പരീക്ഷയോടുകൂടി ഈ വർഷത്തെ SSLC പരീക്ഷ അവസാനിക്കും. അപ്പോൾ നാളെ എന്ന് പറയുമ്പോൾ മാർച്ച് 26-ാം തീയതി ബുധനാഴ്ച രാവിലെ 9:30 മുതൽ 11:15 വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ ജീവശാസ്ത്രം പരീക്ഷ, അതായത് ബയോളജി പരീക്ഷ നടക്കുന്നത്. അപ്പോൾ രാവിലെ 9 മണിക്ക് തന്നെ വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ എത്താൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒട്ടും ടെൻഷൻ അടിക്കാതെ തന്നെ നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ടെൻഷൻ അടിച്ചാലോ പേടിച്ചാലോ നിങ്ങളുടെ പഠിച്ച കാര്യങ്ങൾ കൂടി, അതായത് പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ കൂടി കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റാതെ, അതായത് മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടും ടെൻഷൻ അടിക്കുകയോ പേടിക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ല. ഇതൊരു സാധാരണ പരീക്ഷ പോലെ കണ്ടിട്ട് നന്നായിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ജീവശാസ്ത്രം പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്ക്, അതായത് 40 മാർക്കിലാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത്. അപ്പോൾ 40 മാർക്കിലാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു 10 മാർക്ക് CE ഉണ്ട്. അത് 40 മാർക്ക് പരീക്ഷയാണെങ്കിൽ അതിൽ 10 മാർക്ക് CE ഉണ്ട്. ടോട്ടൽ 50-ലാണ് മാർക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു 15 മാർക്ക് കിട്ടിയാൽ തന്നെ നിങ്ങൾ ഈ ഒരു പരീക്ഷ പാസ്സാവും. അതായത് 10 മാർക്ക് CEയും അതുപോലെ എഴുത്ത് പരീക്ഷയിൽ 5 മാർക്കും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പരീക്ഷ പാസ്സാവുന്നതാണ്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ SSLC പരീക്ഷയുടെ അവസാനത്തെ പരീക്ഷ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ മിനിമം ഒരു 20 മാർക്കോ അതിന് മുകളിലോ നേടാൻ ശ്രദ്ധിക്കുക. അതായത് 20 മാർക്ക് നിങ്ങളോട് നേടാൻ പറയാൻ എന്നതിന് കാരണം എന്ന് പറയുന്നത്, നിങ്ങൾക്കൊരു C+ഓ CO ഒക്കെ കിട്ടണമെങ്കിൽ കുറച്ച് നല്ലൊരു മാർക്ക് തന്നെ നിങ്ങൾ നേടിയാലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കൊരു B ഗ്രേഡ് അല്ലെങ്കിൽ C+ ഗ്രേഡൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് 20 മാർക്കിന് മുകളിലായിട്ട് നിങ്ങൾ മാർക്ക് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് കൃത്യമായിട്ട് ആൻസർ എഴുതുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. എന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ കുറച്ച് ഭാഗം മാത്രമേ അറിയുള്ളൂ എങ്കിലും നിങ്ങൾക്ക് അതിൽ അറിയാവുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എഴുതുന്ന സമയത്ത് ക്വസ്റ്റ്യൻ നമ്പർ ഇടാനായിട്ട് മറന്നു പോകരുത്. അതുപോലെ തന്നെ പേന കൊണ്ട് തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ചിത്രം എന്തെങ്കിലും വരക്കാനുണ്ടെങ്കിൽ അത് നിങ്ങൾ പെൻസിൽ കൊണ്ട് വരക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ കോഡും അതുപോലെ തന്നെ രജിസ്റ്റർ നമ്പറൊക്കെ, അതായത് SSLC പരീക്ഷയുടെ രജിസ്റ്റർ നമ്പറൊക്കെ കൃത്യമായിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. അത് നിങ്ങൾ മറന്നു പോകരുത്. കാരണം പല വിദ്യാർത്ഥികളും ചിലപ്പോൾ ക്വസ്റ്റ്യൻ കോഡ് എഴുതാനോ അല്ലെങ്കിൽ രജിസ്റ്റർ നമ്പർ സാധാരണയിൽ എല്ലാ വിദ്യാർത്ഥികളും എഴുതും. അപ്പോൾ അതും മറന്നു പോകരുത്. കാരണം ക്വസ്റ്റ്യൻ നമ്പർ ഇല്ല എങ്കിൽ നിങ്ങൾ ആരുടെ പേപ്പറാണ് നിങ്ങൾക്ക്, അതായത് വാല്യുവേഷൻ ചെയ്യുന്ന സമയത്ത് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ആ ഒരു രജിസ്റ്റർ നമ്പർ ആ ഒരു ആൻസർ ബുക്ക്ലെറ്റിൽ കൃത്യമായിട്ട് എഴുതേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾ നന്നായിട്ട് പരീക്ഷ എഴുതുക. ഒട്ടും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് നാളത്തെ പരീക്ഷ എന്ന് പറയുന്നത് ജീവശാസ്ത്രം പരീക്ഷയാണ്, അതായത് ബയോളജി പരീക്ഷയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നുന്ന ചിത്രങ്ങളും അതുപോലെ തന്നെ ചിത്രങ്ങളിൽ ഓരോ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ സിമ്പത്തറ്റിക് അസിമ്പത്തറ്റിക് വ്യവസ്ഥകളിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതായത് അതിൽ നിന്നും അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് ആ ഒരു താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു 4 പോയിന്റ് എഴുതാനൊക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അതെന്താണ് എന്നുള്ളത് പഠിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഒട്ടും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി വിദ്യാർത്ഥികൾക്ക് നാളത്തെ പരീക്ഷയിൽ നിങ്ങൾക്ക് ഒരു A+ ഗ്രേഡ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് നേടണം എന്നുള്ളത് നോക്കാം. A+ ഗ്രേഡ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 40 മാർക്കിൻ്റെ പരീക്ഷയിൽ 35 മാർക്ക് വേണം. കാരണം നിങ്ങൾക്ക് CE ഉൾപ്പെടെ 45 മാർക്കാണ് A+ന് വേണ്ടത്. അതായത് 35 മാർക്ക് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ഒരു 35 മാർക്കും 10 മാർക്ക് CE ഉൾപ്പെടെ 45 മാർക്കാണ് നിങ്ങൾക്ക് A+ കിട്ടാനായിട്ട് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പരീക്ഷയിൽ മിനിമം 35 നേടിയാലാണ് നിങ്ങൾക്ക് A+ ഗ്രേഡ് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ 35 മാർക്ക് നേടാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളൊരു 34.5 മാർക്കേ വാങ്ങിക്കുന്നുള്ളൂ എങ്കിലും അത് 35 ആക്കി ടാബുലേഷൻ സമയത്ത് ചേഞ്ച് ചെയ്ത് തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ A+ കിട്ടില്ല എന്നുള്ളത് ആലോചിച്ച് പേടിക്കേണ്ടതില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് 33 ഒക്കെയാണ്. ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ 2 മാർക്കൊക്കെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് അത് 35 ആക്കി അതിനെ A+ ആക്കിയിട്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ട മാർക്കാണ്. ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ D+ ഗ്രേഡാണ് ജയിക്കാൻ ഏറ്റവും കുറഞ്ഞ ഗ്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു D+ ഗ്രേഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയിൽ നിങ്ങൾ കുറഞ്ഞത് ഈ ഒരു 5 മാർക്ക് വാങ്ങിക്കണം. 5 മാർക്കും അതുപോലെ തന്നെ ഇതിനോടൊപ്പം 10 മാർക്ക് CE ഉൾപ്പെടെ 15 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് D+ ഗ്രേഡ് കിട്ടും. എന്നാൽ നിങ്ങൾക്ക് ചില വിദ്യാർത്ഥികൾക്കെങ്കിലും 9 മാർക്ക് CE മാർക്ക് കിട്ടാൻ സാധ്യതയുള്ളൂവെങ്കിൽ നിങ്ങൾ 6 മാർക്ക് പരീക്ഷയിൽ വാങ്ങിച്ചു കഴിഞ്ഞാലാണ് ഈ ഒരു 15 മാർക്ക് കിട്ടുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമേ D+ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കുക. ഈ ഒരു 5 മാർക്ക് ആയിരിക്കരുത് നിങ്ങളുടെ ലക്ഷ്യം. 5 മാർക്ക് കിട്ടിയാൽ D+ ഗ്രേഡ് കിട്ടും. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു B ഗ്രേഡെങ്കിലും മിനിമം നേടാൻ ശ്രദ്ധിക്കുക. അതായത് ഒരു 20 മാർക്കെങ്കിലും നിങ്ങൾ നേടാൻ ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു B ഗ്രേഡോ അല്ലെങ്കിൽ അതിന് മുകളിലോട്ടോ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഒട്ടും ടെൻഷൻ അടിക്കാതെ ഇന്ന് നന്നായിട്ട് പഠിക്കുക. കാരണം ഇന്ന് രാത്രി നന്നായിട്ട് പഠിക്കുക. കാരണം നിങ്ങളുടെ ലാസ്റ്റത്തെ പരീക്ഷയാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു 10ാം ക്ലാസ്സിൽ പരീക്ഷയില്ല. ജീവശാസ്ത്രം പരീക്ഷയോട്, അതായത് ബയോളജി പരീക്ഷയോടുകൂടി നിങ്ങൾക്ക് ഇനി നാളത്തോടെ ഈ ഒരു പരീക്ഷ അവസാനിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഒട്ടും ടെൻഷൻ അടിക്കുകയോ പേടിക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ല. അതുപോലെ തന്നെ നല്ലൊരു മാർക്ക് തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.